Hello everyone, welcome again. My name is Nishad and I'm from English Wow. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം വുഡ്. വുഡ് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് 5 യൂസുകളുണ്ട്. ഈ 5 യൂസുകളും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങൾ സംസാരിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനത് 5 എണ്ണം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ട് നോക്കാം. പിന്നെ ഞങ്ങളുടെ 1-on-1 ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് വുഡ് നോക്കാം. വുഡ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വളരെ എളിമയോട് കൂടിയിട്ട് ഒരാളോട് വളരെ വിനയപൂർവ്വം നമ്മളൊരു കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കും. അപ്പോൾ അതൊരു ചോദ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും വരിക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, വുഡ് യു ഹെൽപ്പ് മീ, ഇത് എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ വുഡ് യു ഹെൽപ്പ് മീ, ഇതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു 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 റിക്വസ്റ്റ് ആണ്. ഒരാളോട് നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് വുഡ് എന്ന് പറയുന്നത് ഒരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം, വുഡ് യു ഹെൽപ്പ് മീ, വുഡ് യു ഓപ്പൺ ദ ഡോർ, ഡോർ ഒന്ന് തുറക്കാവോ, അതുപോലെ തന്നെ വുഡ് യു പ്ലീസ് വെയിറ്റ് ഹിയർ, ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാവോ, ഓക്കെ. അതുപോലെ തന്നെ വുഡ് യു ഗിവ് മീ എ മിനിറ്റ്, എനിക്കൊരു മിനിറ്റ് ഒന്ന് തരാവോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ അതൊരു വളരെ പൊളൈറ്റ് ആയിട്ട് ഈ വുഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു രൂപമാണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്താണത്? ഒരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി നമ്മൾ വുഡ് ഉപയോഗിച്ചിട്ട് പറയും, വുഡ് യു വെച്ചിട്ട് നമ്മൾ പറയും. ഓക്കെ, ഇനി എന്താണ് അടുത്തത്, എന്താണെന്ന് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇമാജിനറി ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഇത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാങ്കല്പികമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് കുറേ നമ്മുടെ ലൈഫിൽ, സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ. അത് ശരിയായിരിക്കില്ല, പക്ഷേ നമ്മൾ സങ്കല്പത്തിൽ അങ്ങനെയാണ് പറയും. അപ്പോൾ അവിടെ ഈ സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? വുഡാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾസിലൂടെ നമുക്ക് പറയാം. ഇപ്പോൾ കണ്ടോ, ഇഫ് ഐ ഹാഡ് മോർ മണി, ഇഫ് ഐ ഹാഡ് മോർ മണി, എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ ഐ വുഡ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ വുഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ വിൽ അല്ല, വുഡ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പണം ഉണ്ടെങ്കിൽ, പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വുഡ് ബൈ എ കാർ, ഞാനൊരു കാർ വാങ്ങിയേനെ. അപ്പോൾ അതിനർത്ഥം ഇത് സങ്കല്പമാണ്, നമ്മളൊരു ഇമാജിനേഷനാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാറില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇമാജിനറി ആയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? വുഡ് ഉപയോഗിക്കും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം, ഇഫ് ഐ ഹാഡ് മോർ മണി ഐ വുഡ് ബൈ എ കാർ. ഈ വുഡ് ഇവിടെ ഉപയോഗിക്കാൻ കാരണം, ഈ ഒരു ടെൻസിൽ ഇത് ഉപയോഗിക്കാൻ കാരണം, ഇത് സങ്കല്പത്തിലുള്ള കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഇനി അടുത്ത എന്താണ്? ഇഫ് ഐ വേർ യു. ഇത് നോക്കൂ, ഇഫ് ഐ വേർ യു, അതായത് ഞാൻ നീയായിരുന്നെങ്കിൽ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അഗെയിൻ കണ്ടോ, ഐ വുഡ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി, ഞാൻ ഈ അവസരം മുതലാക്കിയേനെ. അപ്പം ഇത് റിയൽ അല്ല, അയാളുടെ സ്ഥാനത്ത് വേറൊരാളുടെ സ്ഥാനത്ത് നമുക്ക് ആകല് പോസിബിൾ അല്ല. അപ്പോൾ അത് അൺറിയൽ ആണ്, അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആണ്, ഇമാജിനറി ആണ്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതായിട്ടൊക്കെ പറയില്ലേ, പർവ്വതീകരിച്ചൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ് ഉപയോഗിക്കും. അടുത്ത് നോക്കൂ, വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ഫോൺ. കണ്ടോ, ഇതൊരു ചോദ്യമാണ്. വാട്ട് വുഡ് യു ഡു ഇഫ് യു, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് യു ലോസ്റ്റ് യുവർ ഫോൺ, നിന്റെ ഫോൺ നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഫോൺ നഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ എല്ലാവരും സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് പറയണം. അപ്പോൾ ഇമാജിനറി ആയി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വുഡ് വെച്ചിട്ട് പറയാറുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനൊരു പക്ഷിയാണെങ്കിൽ പറഞ്ഞതിനെ കുറച്ച് എന്താണ് പർവ്വതീകരിച്ച് പറയാണ് അല്ലേ, ഹൈപ്പോത്തറ്റിക്കലി പറയാണ്. ഇപ്പോൾ ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, നമുക്ക് പക്ഷിയാകൽ പോസിബിൾ അല്ല. അപ്പോൾ രണ്ടാമത്തെ വുഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്? അതായത് നമ്മൾ ഇമാജിനറി ആയി ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് വുഡ് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ എന്തായിരുന്നു? വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നു, ഒന്നാമത്തെ പറഞ്ഞു. ഇനി എന്താണ് രണ്ടാമത്തേത് നോക്കാം. ഈ ഒരു ഇതും കൂടി നിങ്ങൾ നോക്കട്ടെ. ഇഫ് ഐ ന്യൂ ദി ആൻസർ ഐ വുഡ് ടെൽ യു, എനിക്ക് ഉത്തരം അറിയായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞേനെ, പക്ഷേ എനിക്ക് ഉത്തരം അറിയില്ല, പ്രസന്റിൽ എനിക്ക് അറിയില്ല. അണ്ടർസ്റ്റുഡ്? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഒരു റിക്വസ്റ്റ് നടത്താനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താണ് മൂന്നാം? പൊളൈറ്റ് ഓഫേഴ്സ് ആൻഡ് ഇൻവിറ്റേഷൻസ്. നിങ്ങൾ ഒരാൾക്ക് ഒരു വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്, അയാൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ, അയാളെ നമ്മളൊന്ന് ക്ഷണിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ വുഡ് ഉപയോഗിക്കും. വുഡ് നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, വുഡ് യു ലൈക്ക് സം കോഫി,
ഒരു കോഫി ആയാലോ എന്ന് നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ്. കുറച്ച് കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ വുഡ് യു ലൈക്ക് സം കോഫി? അതുപോലെ തന്നെ നോക്കൂ, വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ, സോറി വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ് അല്ലേ, സോറി വുഡ് യു ലൈക്ക് സം കോഫി? കണ്ടോ, ഇവിടെ ഒരു കോഫി നമ്മൾ ഓഫർ ചെയ്യാൻ, വുഡ് യു ലൈക്ക് സം കോഫി. അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് സം വാട്ടർ, കുറച്ച് വെള്ളം കുടിക്കണോ? ഇതൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ഒരാളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഓഫർ, നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ്. ഇത് ഇത് വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ് അല്ലെ, വുഡ് യു ലൈക്ക് സം വാട്ടർ, കുറച്ച് വെള്ളം കുടിക്കണോ? അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് മീ ടു ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ് ഉപയോഗിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് നാലാമത്തേത് നോക്കാം. നോക്കൂ, ഇത് എന്താണ്? പ്രിഫറൻസസ് ആൻഡ് വിഷസ്. നമ്മളുടെ മുൻഗണനകൾ അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ. ഇനി അടുത്ത എന്താണ്? നമ്മുടെ മുൻഗണനകൾ, പ്രിഫറൻസസ് ആൻഡ് വിഷസ്. അതായത് നമ്മുടെ താല്പര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്തിൽ പറയും? നമ്മൾ ഈ വുഡ് വെച്ചിട്ട് പറയും. ഇവിടെ നമ്മൾ നോക്കൂ, ഐ വുഡ് ലൈക്ക് സം വാട്ടർ. അങ്ങനെ പറഞ്ഞെന്താ? എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു താല്പര്യമാണ്. ഐ വുഡ് ലൈക്ക് സം വാട്ടർ. അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. അടുത്ത എന്താണ്? ഐ വുഡ് റാദർ സ്റ്റേ ഹോം. ഞാൻ വീട്ടിൽ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റെന്തെങ്കിനേക്കാൾ കൂടുതൽ ഞാൻ വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഐ വുഡ് റാദർ ടേക്ക് ദ ബസ്. ഞാൻ ബസ്സിൽ പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ പ്രിഫറൻസസ് ആൻഡ് വിഷസ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഐ വുഡ് എന്ന് വെച്ചിട്ട് പറയും. പോലെ ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഹിയർ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ താല്പര്യങ്ങളാണ്. അപ്പോൾ നാലാമത്തേതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് അഞ്ചാമത്തേത് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് അഞ്ചാമത്തെ? ഇത് നമ്മൾ നോക്കൂ. അതായത് ഭൂതകാലത്തിന് മുമ്പ് ആവർത്തിച്ച് നടന്ന കാര്യങ്ങൾ പറയാൻ, അതായത് റിപ്പീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പക്ഷേ മുൻപ് ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ സാധാരണ യൂസ്ഡ് ടു ഒക്കെ വെച്ച് പറയണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു യൂസാണ് എന്ത്? ഈ വുഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൻ ഐ വാസ് എ ചൈൽഡ്. ഇത് നോക്കൂ, വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്താണോ, ഐ വുഡ് പ്ലേ, ഞാൻ കളിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഈവനിങ്. ഇവിടെ ഈ വുഡ് എന്നുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താ? മുമ്പേ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ യൂസ്ഡ് ടു എന്ന് പറയുന്ന പോലെ തന്നെ. യു അണ്ടർസ്റ്റാൻഡ്? സോ വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് പ്ലേ ഔട്ട്സൈഡ് എവറി ഈവനിങ്. ഈ വുഡ് എന്നുള്ളത് ഇവിടെ പാസ്റ്റിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മൈ ഗ്രാൻഡ് ഫാദർ വുഡ് ടെൽ അസ് സ്റ്റോറീസ്. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഞങ്ങളോട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കഥകൾ പറയാറുണ്ടായിരുന്നു. ഇവിടെ വുഡ് എന്താണ്? ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, എവറി സൺഡേ വി വുഡ് വിസിറ്റ് അവർ റിലേറ്റീവ്സ്. എല്ലാ സൺഡേകളിലും ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? വി വുഡ് വിസിറ്റ്, വുഡ് ടെൽ, വുഡ് പ്ലേ, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ വിസിറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു റിലേറ്റീവ്സിനെ. അതുപോലെ തന്നെ ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ് വി വുഡ് ഗോ ടു ദ ബീച്ച്. സമ്മർ ഹോളിഡേയ്സിൽ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഞങ്ങൾ ബീച്ചിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ വുഡ് എന്നുള്ളതിൻ്റെ അഞ്ചാമത്തെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റിൽ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് നടക്കാറുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. അതിനെ കാണിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 1-on-1 ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ലെവലിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ കിട്ടും. 30-40 മിനിറ്റ് ഒരു ഡെയിലി പ്രാക്ടീസ് ഉണ്ടാവും. നിങ്ങളുടെ ലെവൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.